നിശ്ചിത ഭാഗം 2. കള്ളനെന്ന് എന്തോ ഒരു ആവേശത്തിൽ ശ്രീഹരി വിളിച്ചുകൂവി. കണ്ണടച്ചു തുറക്കും മുമ്പ് അയാൾ ആ പെൺകുട്ടിയുടെ മാല പൊട്ടിച്ച് ഓടാൻ തുടങ്ങിയതും രണ്ടാളുകൾ കൂടി അയാളെ പിടിച്ചതും ഞൊടിയിടകൊണ്ട് കഴിഞ്ഞു. പിറകെ ഓടി വന്ന ആ പെൺകുട്ടി ഒരു കല്ലിൽ തട്ടി വീണു. കുറച്ചു പേർ ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശ്രീഹരി അവളുടെ ബാഗ് എടുത്തു. പോലീസ് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നു. വിഷമിക്കണ്ട, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പോലീസ് ശ്രീഹരിയോടായി പറഞ്ഞു. ഇതാ മാല. പോലീസ് അവളുടെ കയ്യിലേക്ക് അത് കൊടുക്കാൻ തുടങ്ങിയതും അവൾക്ക് തല ചുറ്റണതുപോലെ തോന്നി. അയ്യോ, എന്തു പറ്റി? ശ്രീഹരി വേഗം അവളെ താങ്ങി. എടോ, ഇന്ന് ഇത് പിടിക്കും, ഞങ്ങൾക്ക് ടൈമില്ല. നിങ്ങൾക്ക് കേസുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈൻറ്റ് തരിക. പോലീസ് വേഗം ശ്രീഹരിയുടെ കയ്യിലേക്ക് മാല കൊടുത്തു. ഈശ്വര, ഇതെന്താ ചെയ്യുക? ശ്രീഹരിയും വേറെ ഒരു സ്ത്രീയും ചേർന്ന് അവളെ താങ്ങി വീണ്ടും വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടു ചെന്നിരുത്തി. വെള്ളം. അവൾ ഒച്ചയില്ലാതെ പിറുപിറുത്തു. ശ്രീഹരിയുടെ കണ്ണിൽ നിന്നും കയ്യിൽ വെള്ളമുണ്ടായിരുന്നു. അവൻ വേഗം അത് അവൾക്ക് കൊടുത്തു. അവൾ ആർത്തിയോടെ അത് മുഴുവനും കുടിച്ചു. വീണ്ടും അവൾ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല അവൾക്ക്. പക്ഷെ അവർ സംസാരിക്കുന്നതെല്ലാം അവൾക്ക് കേൾക്കാം. മോനെ, മാല പൊട്ടിയോ കുട്ടിയുടെ? അവനെ സഹായിച്ച ആ സ്ത്രീ ചോദിച്ചു. പെട്ടെന്നവൻ മാലയിലേക്ക് നോക്കി. ഇല്ല ചേച്ചി, ഭാഗ്യം കൊളുത്തു മാറിപ്പോയതേ ഉള്ളൂ, അതാ പൊട്ടിയതുപോലെ തോന്നിയത്. അവൻ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ കാണിച്ചു. നേരാണ് കേട്ടോ. അവരത് ശരിയായി ഇട്ടിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. അതങ്ങ് കഴുത്തിലേക്ക് ഇട്ടേക്ക് മോനെ, ഇനി അതെവിടെയെങ്കിലും പോയാലോ? അവർ പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നി. അവൻ വേഗം തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ കഴുത്തിലേക്ക് ഇട്ടു. നിങ്ങൾ നോർത്ത് ഇന്ത്യൻസ് ആണോ? ആ സ്ത്രീ ചോദിച്ചു. അയ്യോ അല്ല ചേച്ചി, ഞാൻ പാലക്കാട്ടാണ്. അവൻ ചിരിച്ചു. അല്ല, കുട്ടിയുടെ താലിമാല നോർത്ത് ഇന്ത്യൻസിൻ്റെ പോലെ, അതുകൊണ്ടാണേ. താലിമാല? അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി. ഈശ്വര, ഇവരെന്തായി പറയുന്നത്? ഇതുപോലൊരു കരിമണിമാല അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതല്ലേ കഴിഞ്ഞ വർഷം? അവനാകെ ചിന്താകുഴപ്പത്തിലായി. അവളപ്പോഴേക്കും പതിയെ കണ്ണു തുറന്നു. ഹാവൂ, രക്ഷപ്പെട്ടല്ലോ, ആൾ ഉഷാറായി. ആ സ്ത്രീ അവളെ നോക്കി പറഞ്ഞപ്പോൾ ശ്രീഹരിയും അവളെ ഒന്ന് നോക്കി. അതെ, പോകണ്ടേ ജലജെ എന്ന് ചോദിച്ചുകൊണ്ടൊരാൾ അവരുടെ അടുത്തേക്ക് വന്നു. ആ സ്ത്രീ വേഗം എഴുന്നേറ്റു. മോൻ വന്നോ? അവർ ചോദിച്ചു. അപ്പോഴവിടേക്ക് വന്ന ആൾ തലകുലുക്കി. വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്. അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് അവർ മൂവരും നോക്കി. വരൂ കുട്ടികളെ, നിങ്ങളെ അടുത്തുള്ള സ്റ്റാൻഡിൽ ഇറക്കാം. ഏതോ ഒരു സ്റ്റാൻഡിൻ്റെ പേരും കൂടി അവർ പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ബാഗും എടുത്തു. ശ്രീഹരിക്കാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈശ്വര, മോൻ്റെ പേരെന്താണ്? അവർ കാറിലേക്ക് കയറവേ ചോദിച്ചു. ശ്രീഹരി, അവൻ പറഞ്ഞു. മോളുടെയോ? അവർ അവളെ നോക്കിയപ്പോൾ ശ്രീഹരിയും അറിയാതെ നോക്കി. മേഘന. മേഘന, നല്ല പേര്, ശ്രീഹരി മനസ്സിൽ പറയുകയാണ്. രണ്ടാളും നല്ല ചേർച്ചയാണല്ലോ എന്ന് അവർ മനസ്സിലോർത്തു. അങ്ങനെ അവരുടെ കൂടെ ശ്രീഹരിയും മേഘനയും കൂടി യാത്ര ആരംഭിച്ചു. 15 മിനിറ്റേ എടുത്തുള്ളൂ. അപ്പോഴേക്കും ഒരു ബസ് സ്റ്റാൻഡ് എത്തി. ദേ മോനെ, പാലക്കാട്ട് ബസ് വരുന്നു, നീ ഒന്ന് ഹോണടിച്ച് നിർത്തിക്കേ, ആ മധ്യവയസ്കൻ മകനോട് പറഞ്ഞു. അയാൾ പെട്ടെന്ന് ഹോണടിച്ചു. എന്നിട്ട് ഗ്ലാസ് താഴ്ത്തി കൈ കാണിച്ചു. രാത്രി 8 മണിയായി കാണും. അപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി. പെട്ടെന്ന് തന്നെ രണ്ടാളും കൂടി ബാഗുമെടുത്ത് അവരോട് ജസ്റ്റ് താങ്ക്സ് പറഞ്ഞ് ബസ് ലക്ഷ്യമാക്കി ഓടി. അധികം ആളുകളില്ലായിരുന്നെങ്കിലും ശ്രീഹരി പോയിരുന്ന സീറ്റിൽ തന്നെയാണ് മേഘനയും വന്നിരുന്നത്. അവൻ അവളെ ഒന്ന് നോക്കി. കുട്ടിക്ക് എവിടെയാണ് പോവേണ്ടത്? ശ്രീ അവളോട് ചോദിച്ചു. പാലക്കാട്, അവൾ പറഞ്ഞു. അവിടെ ആരെങ്കിലും വരുമോ? ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞോ? അവൻ വീണ്ടും ചോദിക്കുകയാണ്. പെട്ടെന്ന് അവൾ തൻ്റെ 2 കൈകളും അവൻ്റെ മുമ്പിൽ കൂട്ടിപ്പിടിച്ചു. കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നു. എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്, അവൾ കേണു. അവൻ കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഈശ്വര? അവൻ ചുറ്റിനും നോക്കി. കണ്ണുകൾ തുടയ്ക്കൂ, എന്നിട്ട് സംസാരിക്കുക. അവൻ പറഞ്ഞു. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 വീക്ക് ആയതേ ഉള്ളൂ. ലവ് മാരേജ് ആയിരുന്നു. ആൾ ജോലി സ്ഥലത്ത് പോയതാണ് ഒരു വീട് റെഡിയാക്കുവാനായി. എൻ്റെ ഹസ്ബൻഡ് 2 ദിവസത്തിനുള്ളിൽ വരും. എന്നെ അതുവരെ
സാറിൻ്റെ വീട്ടിൽ ഒന്ന് താമസിപ്പിക്കാൻ അനുവദിക്കൂ പ്ലീസ്, അവൾ യാചിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഇത്രയും ഡേയ്സ്. അവളുടെ ഫാദർ ഇന്നലെ കുടിച്ചിട്ട് വന്നു. അയാൾ എന്നോട് കുറേ ദേഷ്യപ്പെട്ടു. കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവൾ വീണ്ടും പറയുകയാണ്. ഇവൾ പറയുന്നത് സത്യമാണോ എന്ന് അവൻ ചിന്തിച്ചു. നിങ്ങളുടെ നാടെവിടെയാണ്? അവൻ അവളെ നോക്കി. എൻ്റെ നാട് ട്രിവാൻഡ്രം. ആൾ നോർത്ത് ഇന്ത്യനാണ്, അവൾ പറഞ്ഞു. ഓ, സത്യമാണോ? അവൻ അവളെ നോക്കി. അതെ സർ, സത്യമാണ്, അവൾ വിതുമ്പി. ഈശ്വര, കാര്യമൊക്കെ ശരിയായിരിക്കും. പക്ഷെ താൻ എന്താ ചെയ്യുക? അവൻ ആലോചിച്ചു. സർ പ്ലീസ്, എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ്. അവൾ കരയുകയാണ്. ശരി ശരി, കണ്ണു തുടയ്ക്ക്. എന്തെങ്കിലും വഴി കാണും. എന്ത് കണ്ടിട്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് അവളോട് പറഞ്ഞ ശേഷമാണ് ശ്രീഹരി ഓർത്തത്. പാലക്കാട് നിന്ന് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു. ശ്രീഹരി ഇറങ്ങി. പിറകെ മേഘനയും. ഇല്ലത്തു നിന്നും ആരും വിളിച്ചില്ലല്ലോ എന്ന് ശ്രീ ഓർത്തു. നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓ കഷ്ടം, എൻ്റെ ദൈവമേ. അവനതെടുത്ത് ഓൺ ചെയ്തു. അതുപോലെ തന്നെ ഓഫ് ആക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ വന്ന് നിൽക്കുമായിരുന്നുവെന്ന് അവൻ ഓർത്തു. സർ. ശ്രീഹരി ഞെട്ടിത്തിരിഞ്ഞു. അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. തന്നെ ഉപേക്ഷിക്കരുതേ. അവളുടെ കണ്ണുകൾ അതാണ് പറയുന്നത്. ഈ കുട്ടിയെ എങ്ങനെ ഈ വഴിയെ നിർത്തും? വേറെ ഒരിടവും അവൾക്ക് പോകാനില്ലായിരുന്നു. ഇല്ലത്തേക്ക് കൊണ്ടുചെല്ലുന്നത് ആലോചിക്കാൻ വയ്യ. കുറച്ചുകൂടി മുൻപായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. ഒടുവിൽ അവനൊരു തീരുമാനം എടുത്തു. ഇല്ലത്തെല്ലാവരോടും കാര്യം പറയാം. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ശുഭാപ്തി വിശ്വാസത്തോടെ അവൻ ഓർത്തു. തന്നെയുമല്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവൻ അങ്ങനെ ചിന്തിച്ചു. ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് പോകാം. അവൻ പറഞ്ഞതും അവൾ തലകുലുക്കി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ശ്രീഹരി അവളുമായി ഇല്ലത്തേക്ക് യാത്രയായി. അടുക്കുംതോറും അവൻ്റെ ചങ്ക് പടപടാന്ന് ഇടിച്ചു. ഇല്ലത്തെത്തിയതും ഓട്ടോക്കാരന് ക്യാഷ് കൊടുത്തതുമെല്ലാം സ്വപ്നമാണോ എന്ന് അവൻ സംശയിച്ചു. ഉമ്മറത്തെത്തിയപ്പോൾ എല്ലാവരും താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ശ്രീഹരി ഇടറുന്ന കാലുകളോടെ മുൻപേ നടന്നു. അവൻ്റെ പിന്നിലായി മേഘനയുമുണ്ട്. ഹരിക്കുട്ട, നീ ഇതെവിടായിരുന്നു എൻ്റെ മോനെ? ഗിരിജാദേവിയാണ് ആദ്യം ഇറങ്ങി മുറ്റത്തേക്ക് ഓടി വന്നത്. അതമ്മേ, ബസ് ബ്രേക്ക് ഡൗൺ ആയി. അവൻ്റെ വായിലാ. പെട്ടെന്ന് അങ്ങനാണ് വന്നത്. ശോ, എന്നാലും എൻ്റെ മോനെ നീ പേടിപ്പിച്ച് കളഞ്ഞു. പരീക്ഷയ്ക്ക് എൻ്റെ മോൻ വിജയിക്കും. പ്രഭാവതിയമ്മ അവൻ്റെ മൂർധാവിൽ ചുംബിച്ചു. ഇതാരാ മോനെ? പ്രതാപൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് ബാക്കി എല്ലാവരും അത് ശ്രദ്ധിച്ചത്. അവൻ്റെ പിറകിലൊരു പെൺകുട്ടി നിൽക്കുന്നത് എല്ലാവരും കണ്ടതാണ്. പക്ഷേ ശ്രീഹരിയെ കണ്ട സന്തോഷത്തിൽ അവർക്കത് മറന്നുപോയിരുന്നു. അച്ഛാ, ഇത് മേഘന. ഇവൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. എറണാകുളത്തുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നിന്നത്. എക്സാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ വന്നതാണ്. ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ലേറ്റായിപ്പോയി. സോ ഇവളിന്നിവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു. അച്ഛനോടാണ് സംസാരിക്കുന്നത്. മതിലകത്ത് പ്രതാപൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും അറിയും. കാരണം അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു വക്കീലാണ് അയാൾ. ആ ആളോട് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പതറിയാൽ മതി. അതുകൊണ്ട് തന്നെ ശ്രീഹരി വളരെ തന്ത്രപൂർവമാണ് അച്ഛനെ നേരിടുന്നത്. അച്ഛൻ്റെ ചുഴിഞ്ഞുള്ള നോട്ടം ശ്രീഹരി പാടെ അവഗണിച്ചു. വരൂ കുട്ടി. ഗിരിജാദേവി അവളെ വിളിക്കുന്നത് അവൻ കേട്ടു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. ആർക്കും സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ പ്രതാപൻ വക്കീൽ വരട്ടെ, നോക്കാം. അയാൾ മനസ്സിൽ ഓർത്തോ. ആര്യ, ഈ കുട്ടിയെ തൻ്റെ റൂമിൽ കൊണ്ടുപോയി. അവളോട് ഫ്രഷാകാൻ പറഞ്ഞിട്ട് ആര്യ വെളിയിലേക്ക് വന്നു. ഈ കുട്ടി എന്താ ഇത്ര പേടിച്ചിരിക്കുന്നേ? ചോറും കറികളും എടുത്തു വെക്കുകയാണ് അമ്മ. ആരിജ അമ്മയെ നോക്കി പറഞ്ഞു. നിനക്കങ്ങനെ തോന്നിയോ? എനിക്കും അങ്ങനെ തോന്നി മോളെ. താകെ വിരണ്ടിരിക്കുന്നത് പോലെ. അമ്മ മകളുടെ സംശയം ശരിവെച്ചു. പുറത്തുനിന്ന് ശ്രീഹരി അത് കേട്ടു. അവൻ വേഗം ആര്യയുടെ റൂമിലേക്ക് ചെന്നു. മേഘനെ അപ്പോൾ കുളിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. എടോ, അവൻ അവിടെ അടുത്തേക്ക് വന്നു. താനിങ്ങനെ ഇരുണ്ട കാർമേഘം പോലെ ഇരിക്കരുത്.
അമ്മയ്ക്കും ആയിരിക്കും ഡൗട്ടുണ്ട്. കുറച്ച് പ്രസരിപ്പോടെ ഇരിക്കുക കേട്ടോ. അവൻ പറഞ്ഞതും അവൾ തലകുലുക്കി. എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറയുക, ഇങ്ങനെ നിൽക്കാതെ. അവന് ദേഷ്യം വന്നു. അവൾ തൻ്റെ കൈകൾ രണ്ടും കൂപ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കുട്ടിയെ കണ്ണൊന്ന് തുടയ്ക്ക്. ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി. അവൻ ചുറ്റിനും നോക്കി. പെട്ടെന്നാണ് ആര്യ അകത്തേക്ക് വന്നത്. ഏട്ടാ, അവൾ വിളിച്ചു. ശ്രീഹരി ഞെട്ടി. എന്താടി? അവൻ തിരിഞ്ഞു. ഏട്ടനിവിടെ എന്താ ചെയ്യുന്നേ? അവൾ അകത്തേക്ക് കയറി മേഘന കണ്ണുകൾ തുടച്ചു. എന്താ ചേച്ചി കരയുന്നത്? അവൾ ചോദിച്ചു. ഇവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ എല്ലാവരും എന്താ പറയുകയെന്ന്. അതുകൊണ്ടാണ് അല്ലേ മേഘന? ശ്രീഹരി ചിരിച്ചുകൊണ്ട് മേഘനയെ നോക്കി കണ്ണിറുക്കി. അവൾ അതേന്ന് തലകുലുക്കി. ആര്യ ശ്രീഹരിയെ നോക്കി ഒരു ഏണത്തെ മുകളിൽ. അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് തടി തപ്പി. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. മോളുടെ നാട് എവിടെയാണ്? പ്രഭാവതിയമ്മ മേഘനയെ നോക്കി. വെള്ളം കുടിച്ചുകൊണ്ട് ഇരുന്ന ശ്രീഹരിയെ ഒന്ന് വിക്കി. ട്രിവാൻഡ്രം. അവൻ ചാടി പറഞ്ഞു. എല്ലാവരും അവനെ നോക്കി. നിന്നോടാണോ ശ്രീക്കുട്ടൻ ഞാൻ ചോദിച്ചത്? മുത്തശ്ശി ഒരു പപ്പടമെടുത്ത് മേഘനയുടെ പാത്രത്തിൽ വെച്ചു. ട്രിവാൻഡ്രം ആണ്. മേഘനയും അതുതന്നെ ആവർത്തിച്ചു. അപ്പോൾ എവിടെ വെച്ചാണ് ബസ് ബ്രേക്ക് ഡൗൺ ആയത്? പ്രതാപന് സംശയം തോന്നിയെങ്കിലും അയാളൊന്നും ശബ്ദിച്ചില്ല. പെട്ടെന്ന് ഗിരിജയുടെ ഫോൺ ചിലിച്ചു. ആരാ നോക്കിയേ? പ്രതാപൻ പറഞ്ഞു. രേവതിയാണ്. ഗിരിജ ആഹ്ലാദത്തോടെ എല്ലാവരെയും നോക്കി. ഹലോ, ആ രേവതി ആണോ? അയ്യോ, അത് ഞാൻ മറന്നു. മോനെത്തി? ആ, ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ആണോ? മോളെ വിഷമിക്കണ്ട കേട്ടോ, ശ്രീകുട്ടൻ വന്നു. ആ, കൊടുക്കണോ? ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അവർ ഫോൺ വെച്ചു. രേവതിയോട് മോനെത്തിയ കാര്യം ഞാൻ വിളിച്ചു പറയാൻ മറന്നുപോയി. അതാ അവർ വിളിച്ചതേ, ഗിരിജ പറഞ്ഞു. ആ കുട്ടി ആകെ വിഷമിച്ചു പോയിന്ന്. ഗിരിജ അവനെ നോക്കിയതും അവൻ ചിരിച്ചു. തൻ്റെ പെണ്ണിൻ്റെ കാര്യം കൂടി മറന്നുപോയല്ലോ എന്ന് അവൻ ഓർത്തു. ഓരോരോ വയ്യാവേലി. ശ്രീഹരിയുടെ ഈ ഭാവം കണ്ടതും പ്രതാപൻ്റെ ഉള്ളിലെ എല്ലാ ദുരൂഹതയും മാറിപ്പോയി. ആര്യയും മേഘനയും ഒരുമിച്ചാണ് കിടന്നത്. അവൾ ഏട്ടൻ്റെ വിവാഹം ഉറപ്പിച്ച കാര്യമൊക്കെ മേഘനയോട് സംസാരിച്ചു. ആര്യ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ആര്യയ്ക്ക് ഏട്ടൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ പരിചയമുണ്ട്. അത് വെച്ചാണ് ചോദിക്കുന്നത്. മേഘന സംശയം തോന്നാത്ത രീതിയിൽ മറുപടി കൊടുത്തു. ആര്യ പിന്നെയും എന്തൊക്കെയോ ചോദിച്ചു. മേഘന മറുപടി പറഞ്ഞില്ല. ആര്യ നോക്കിയപ്പോൾ അവൾ ഉറങ്ങിയിരുന്നു. കാലത്ത് മേഘന ഉണർന്നപ്പോൾ ആര്യ റൂമിലില്ല. അവൾ ബ്രഷ് ചെയ്തിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ ആര്യയും അമ്മയുമൊക്കെ അടുക്കളയിലാണ്. മേഘനയും വെറുതെ അവിടേക്ക് വന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ ഒരു പിടുത്തം വീണത്. അവൾ നോക്കിയപ്പോൾ ശ്രീഹരിയാണ്. അവൻ വേഗം അവളെ പിടിച്ചു വലിച്ചു. എടോ, കുളിക്കാതെ ഇവിടെ ആരും അടുക്കളയിൽ കയറില്ല. വേഗം പോയി കുളിച്ചു വരൂ. അവൻ പതിയെ അവളോട് മന്ത്രിച്ചു. വേഗം ചെല്ലേ, ചെന്ന് കുളിച്ചിട്ട് വരൂ, ആരെങ്കിലും കാണും. ശ്രീഹരി പിന്നെയും പറഞ്ഞു. താൻ എന്തു നോക്കി നിൽക്കുക? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കയ്യിൽ നിന്ന് വിടുവോ? അവൾ മുഖം താഴ്ത്തി. പെട്ടെന്ന് അവൻ കയ്യിലെ പിടുത്തം വിട്ടു. സോറിഡോ. അവൻ തൻ്റെ റൂമിലേക്ക് പിൻവലിഞ്ഞു. പ്രതാപൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നാണക്കേട്. ശ്രീഹരിക്ക് ആകെ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. അവൻ തൻ്റെ കൈകളിൽ നോക്കി. ശ്രീ, അച്ഛൻ വിളിക്കുന്നതവൻ കേട്ടു. നീ എവിടെ എന്തെടുക്കുക? അയാൾ ചോദിച്ചു. അച്ഛാ, ഞാൻ വെറുതെ. എന്താ അച്ഛാ? അല്ല, ഞാൻ ആ പെൺകുട്ടിയെ ജോലിക്ക് പോകുമ്പോൾ ഡ്രോപ്പ് ചെയ്യാം. എന്തേ? അയാൾ ശ്രീഹരിയെ നോക്കി. അതച്ഛാ, അത് വേണ്ട, അവൾക്ക് ഉച്ച കഴിഞ്ഞാണ് ബസ്. അച്ഛൻ പോയിക്കോളൂ, ഞാൻ അവളെ കൊണ്ടുവിട്ടോളാം അച്ഛാ. അവരുടെ മറുപടി കേട്ട് അയാൾ മകനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? അവൾ 2 days അല്ലേ പറഞ്ഞത്? അവൻ ഓർത്തു, അവൾ ഇന്ന് പോയില്ലെങ്കിൽ ആകെ സംശയമാകും. ഓ, എന്തൊരു കഷ്ടമാണ്. ശ്രീഹരിക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറതയില്ലാത്ത അവസ്ഥ. ഈ സമയം മേഘന കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നു. അവൾ പതിയെ ഓരോന്നൊക്കെ പറയുന്നുമുണ്ട്. പ്രഭാവതിയമ്മയ്ക്കെന്തോ അവളോടൊരു വല്ലാത്ത അടുപ്പം തോന്നി. അടക്കവും ഒതുക്കവുമുള്ള ഒരു നല്ല പെൺകുട്ടി. അവരോർത്തു. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പ്രതാപൻ കോടതിയിലേക്ക് പോയി. ഏട്ടാ, ഏട്ടാ,
ഏട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ദേ മെറിൻ എൻ്റെ ഫോണിൽ വിളിക്കുന്നു. അവൾ തൻ്റെ ഫോൺ ശ്രീഹരിയുടെ നേർക്ക് നീട്ടി. ശ്രീഹരി ഫോൺ വേഗം മേടിച്ചു. ഹലോ, എന്താടി? സത്യാണോ? അവൻ സ്തംഭിച്ചു നിന്നു. എന്താ മോനെ? എല്ലാവരും കൂടി ഓടി വന്നു. അവൻ ഫോൺ കട്ട് ചെയ്തു. രാഹുലിന് കാർ ആക്സിഡൻ്റ് ഉണ്ടായമ്മേ, അവൻ സങ്കടത്തോടെ പറഞ്ഞു. അയ്യോ, എന്നിട്ട് എന്തു പറ്റി? ഗിരിജാദേവി കണ്ണു മിഴിച്ചു. അല്പം സീരിയസ് ആണമ്മേ പറഞ്ഞുകൊണ്ടവൻ വേഗം മുറിയിലേക്ക് പോയി. രാഹുൽ ശ്രീഹരിയുടെ ഫ്രണ്ടാണ്. ചെറുപ്പം മുതലുള്ള കൂട്ടുകെട്ടാണ്. രാഹുൽ മെഡിസിന് പഠിക്കുകയായിരുന്നു. മോനെ, സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോകാവൂ, അവൻ ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു. കഷ്ടം, ആകെ ഒരു മൂകത അനുഭവപ്പെട്ടു മതിലകത്തപ്പോൾ. 1 മണിക്കൂർ കഴിഞ്ഞതും ആര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് ശ്രീയായിരുന്നു. എന്തായിട്ട്? ഏതായി നമ്പർ? ആണോ? ഓക്കെ, ഞാൻ പറയാം. ചേച്ചി, ആരിജ മേഘനയെ വിളിച്ചു. ചേച്ചിയുടെ ഫോണാണ് ഏട്ടൻ ധൃതിയിൽ എടുത്തുകൊണ്ട് പോയത്. ഏട്ടൻ വന്നിട്ട് പോകാമെന്ന് പറയാൻ പറഞ്ഞു. ആര്യ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി. ശ്രീഹരി അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവൾക്കറിയായിരുന്നു. രാഹുലിന് കുഴപ്പമൊന്നുമില്ല, സർജറി കഴിഞ്ഞു എന്നൊക്കെ ശ്രീ അവരെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൻ വിളിച്ചപ്പോൾ ആര്യയോട് പറഞ്ഞു മേഘനയുടെ അമ്മ വിളിച്ചു. ഫോൺ തൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ആര്യ അപ്പം തന്നെ ആ വിവരവും മേഘനയോട് പറഞ്ഞു. പ്രതാപം വന്നപ്പോൾ മേഘന പോയിട്ടില്ലെന്നറിഞ്ഞു. വിവരങ്ങളെല്ലാം അയാളോട് ഭാര്യയും അമ്മയും കൂടി ധരിപ്പിച്ചു.